ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ഉത്തർപ്രദേശ് ഝാൻസി എന്ന് പറയുന്ന സ്ഥലത്തെ ഝാൻസി ഫോർട്ടിലാണ്. ഝാൻസി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും, ഝാൻസി റാണിയുടെ കാലത്ത് ഝാൻസി റാണി ഉണ്ടായിരുന്ന സ്ഥലം. 5-ാം ദിവസം ഝാൻസി ഫോർട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഝാൻസി ഫോർട്ടിലേക്കുള്ള എൻട്രി പോയിൻറ്റ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് ഓൺലൈനായിട്ടും എടുക്കാം, ഓഫ്ലൈനായിട്ടും എടുക്കാം. ഓൺലൈനായിട്ടാണ് എടുക്കുന്നതെങ്കിൽ 20 രൂപയും ഓഫ്ലൈനായിട്ട് എടുക്കുന്നതാണെങ്കിൽ 25 രൂപയും 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രിയുമാണ്. ഈ കാണുന്നതാണ് ഝാൻസി ഫോർട്ട്. ഉള്ളിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് വ്യൂ. നമ്മൾ ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് കയറുന്നത്. ഇതൊരു ഫൈറ്റിംഗ് ഫോർട്ടാണ്. ഇത് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക എന്നുള്ള രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഫൈറ്റിംഗ് ഫോർട്ടാണ്. പലയിടങ്ങളിലും ഡാമേജസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ് ഇപ്പോഴും ഇതുള്ളത്. നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഫോർട്ടിൻ്റെ എൻട്രി പോയിൻ്റായിട്ടുള്ള ആ റോഡൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആ കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു ഫോർട്ടൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ചോദിക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ. ഈ കാണുന്ന ഹോളൊക്കെ താഴെ പല ഇതുമായിട്ട് കണക്റ്റഡാണ്. ഇനി ഇതിൻ്റെ താഴെ ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഹോളൊക്കെ കാണാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട്. ഫോർട്ടിൻ്റെ ഒരു സൈഡിലുള്ള ടോപ്പ് പോയിൻ്റാണിത്. ഇത് ഝാൻസി സിറ്റിയാണ്. ഈ കാണുന്നത് ഝാൻസി സിറ്റിയാണ്. സിറ്റി ഫുള്ള് കാണാം ഇവിടെ നിന്നാൽ. ഇതൊരു താഴോട്ട് ഫുൾ കൂരിരുട്ടായിരുന്നു. പിന്നെ വാവലുകൾ ശരിക്കുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പിന്നെ കൂടുതൽ ഇറങ്ങണ്ട എന്ന് വെച്ച് തിരിച്ച് കയറി ഞങ്ങൾ. സ്ഥലമാണ്. താഴോട്ട് പോകാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് പോകുന്നില്ല. മുകളിലോട്ട് പോവാം. ആ ചേട്ടനും ഞാനുമായിട്ടാണ് ഈ ട്രിപ്പ് വന്നത്. ചേട്ടൻ്റെ യൂട്യൂബ് ചാനലും ഉണ്ട്. ചാനലിൻ്റെ പേര് സിബിൻ SS എന്നാണ്. പുള്ളി ഒരു വയലിനിസ്റ്റാണ്, വയലിൻ പഠിപ്പിക്കുന്ന സാറാണ്. ഇതാ കാണുന്നതൊക്കെ പഴയ കാലത്ത് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ചില ആയുധങ്ങളാണ്. ഇതിന് പീരങ്കി എന്നാണോ തോക്കെന്നാണോ മെഷീൻ ഗണ്ണെന്നാണോ എന്താണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പണ്ട് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന സാധനമാണെന്ന് മനസ്സിലായി. ഫോർട്ടിൻ്റെ വേറൊരു വാതിലാണിത്. ഫോർട്ടിനകത്ത് തന്നെയുള്ള വേറൊരു വാതിലാണിത്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലൊക്കെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് കനോണാണ്. ഒരു ട്രോളാണെങ്കിൽ ക്ലാഷ് ഓഫ് ക്ലൈൻസിലെ ലെവൽ 1 കനോൺ എന്ന് വേണമെങ്കിൽ പറയാം. ക്ലാഷ് ഓഫ് ക്ലൈൻസ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്. ഇതൊക്കെ ഫോർട്ടിൻ്റെ ആ ഒരു ഗേറ്റിൽ നിന്ന് കയറി വരുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ഉള്ളത് കാണുന്നത്. അതിമനോഹരമായ രീതിയിൽ തന്നെ ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഫോർട്ടിൻ്റെ ചുറ്റുമതിലിൻ്റെ എല്ലാ അവിടെ ഇവിടെയായിട്ട് ഇതുപോലെ കുറേ സ്റ്റെയറുകൾ കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിലോട്ട് കയറാനുള്ള ഇതാണ് ഈ സ്റ്റെയറുകൾ. യുദ്ധം നടക്കുന്ന സമയത്ത്, യുദ്ധമെന്നല്ല, അത് എനിമീസ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്
സൈറൻ കൊടുക്കുമ്പോഴേക്കും എല്ലാ ഭടന്മാർക്കും എത്രയും വേഗത്തിൽ തന്നെ മുകളിലെത്തുക എന്നുള്ള രീതിയിലാണ് ഇത് അവിടെയായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലോറുകളും കാര്യങ്ങളെല്ലാം കടപ്പ കല്ലുകളാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ അനേകം റൂമുകളുണ്ട് ഈ ഫോർട്ടിൻ്റെ വാളിൻ്റെ മുകളിൽ. ഇവിടെ നിന്നിട്ടും ഝാൻസി സിറ്റിയും ഫോർട്ടിൻ്റെ ആ ഒരു മെയിൻ എൻട്രൻസ് പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ നടക്കുന്നതെല്ലാം ഫോർട്ടിൻ്റെ ചുറ്റുമതിലാണ്. ചുറ്റുമതിലിൻ്റെ മുകളിൽ കൂടെയാണ് നടക്കുന്നത്. ഗാർഡനിങ് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് അവർ പരിപാലിക്കുന്നു. ഇതുപോലെ തന്നെ ശരിക്കും മുറികൾ ഇവിടെ ഉണ്ട്. പിന്നെ എവിടെ പോയാലും മലയാളി എത്തിയിട്ടുണ്ടെന്നുള്ള തെളിവുകളുണ്ട്. അവിടെയായിട്ടൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഓരോ പേരുകളും എവിടെ നിന്ന് വന്നു എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. സ്റ്റെയറുകളൊക്കെ നല്ല രീതിയിൽ ഡാമേജൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും കാലപ്പഴക്കവും മഴയും വെയിലും ഒക്കെ കൊണ്ട് ഉള്ളതല്ലേ. ഫോർട്ടിൻ്റെ സ്റ്റെപ്പുകൾക്കെല്ലാം ഭയങ്കര ഹൈറ്റാണ്. കയറാൻ നല്ല ടഫാണ്. ഇതൊക്കെ ഓരോ വാച്ച് ടവർ പോലത്തെ ടവേഴ്സാണ്. ഇതിൻ്റെ മുകളിലിരുന്ന് എന്താണ് നടക്കുന്നതെന്നൊക്കെ വാച്ച് ചെയ്യാനുള്ള ടവേഴ്സാണ്. കുറേയൊക്കെ ഡാമേജൊക്കെ വന്നിട്ടുണ്ട്. അവശിഷ്ടങ്ങൾ പോലെ കുറച്ചൊക്കെ ഉണ്ട്. കുറേ നടന്ന് ക്ഷീണിച്ചപ്പോൾ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് റെസ്റ്റ് എടുക്കുകയാണ്. നല്ല വെയിലുണ്ട്. ഈ കാണുന്ന സ്ഥലത്തോട്ട് നമ്മൾക്ക് എൻട്രി ഇല്ലായിരുന്നു. എന്താണ് സംഭവം എന്നറിയത്തില്ല. പിന്നെ വരെ ജയിലായിട്ടായിരിക്കും. അങ്ങോട്ട് പോകാൻ പറ്റാതെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഝാൻസി റാണി അവസാനമായി കോട്ടയിൽ നിന്ന് തൻ്റെ കുതിരയുമായി ചാടിപ്പോയ സ്ഥലം എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. ജമ്പിങ് സ്പോട്ട് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇവിടെ നിന്നാണ് ചാടി പോയത്.
ഈ ഭാഗങ്ങളൊക്കെ നല്ല ഹൈറ്റുള്ള സ്ഥലമാണ്, നല്ല ഹൈറ്റുണ്ട്. സിറ്റി ഫുള്ള് കാണാൻ പറ്റും. ഈ വാച്ച് ടവർ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. പിന്നെ സിഗ്നൽ പോയിൻ്റ് എന്നൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിന് അറിയപ്പെടുന്നത്. പിന്നെ ഇത് ശവകുടീരങ്ങളാണ്. നടന്നു നോക്കിയോളൂ. ആരുടെയൊക്കെയാണെന്നുള്ളതിനൊരു വ്യക്തമായിട്ട് അറിയത്തില്ല. പിന്നെ ഇതാ കാണുന്നതാണ് പഞ്ച്മഹൽ. അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ മീറ്റിംഗ് ഹാളായിട്ടും അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറ് അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് ഝാൻസി റാണി യൂസ് ചെയ്തിരുന്നതാണ്. ഇതാണ് ആ ഹാള്. ഫ്ലോറിങ്ങൊക്കെ ഫുള്ള് കല്ല് തന്നെയാണ്, എന്തോ ഒരു തരം മെറ്റീരിയൽ, കടപ്പക്കല്ല് എന്ന് പറയാൻ പറ്റത്തില്ല, എന്തോ ഒരു തരം മെറ്റീരിയലാണ്. ഇതിന് അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അണ്ടർഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയതാണ്. നല്ല സ്മെല്ലാണ് ഇവിടെയൊക്കെ, ഈ വവ്വാലിൻ്റെ യൂറിനും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല സ്മെല്ലുള്ള സ്ഥലങ്ങളാണ്. ഇതൊക്കെ ആ ശവകുടീരങ്ങളുടെ ബാക്ക് സൈഡാണ്. ഇതൊക്കെയാണ് ഗായ്സ്. ഇത്രയും വലിയ കൊണ്ടി ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ പുറത്തോട്ട് പോകാനുള്ള വഴി തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹാങ്ങിങ് ടവർ എന്ന് ഉദ്ദേശിച്ചത് മറ്റേതായിരിക്കുമോ ചേട്ടാ? ഫോർട്ട് ഫുള്ള് നല്ല രീതിയിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നൈറ്റ് വ്യൂ ഒക്കെ അടിപൊളിയായിരിക്കും എന്ന് കരുതുന്നു. നൈറ്റ് വ്യൂ എന്തായാലും കാണാൻ നമുക്ക് സാധിക്കില്ല. സൂര്യൻ ഏതാണ്ട് അസ്തമിക്കാറായി. സൺസെറ്റൊക്കെ അടിപൊളിയായിരിക്കും ഇവിടെ നിന്ന് കാണാനായിട്ട്. ഇപ്പം തന്നെ ക്ലൈമറ്റൊക്കെ സൂപ്പറായിരിക്കുന്നു ആകാശമൊക്കെ കാണാനായിട്ട്. ഈ ഫോർട്ട് ഫുള്ള് നല്ല അണ്ണാൻ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും, ശരിക്കും ഉണ്ട്. അങ്ങനെ നമ്മൾ കണ്ടതാണ് കടക് ബിലജി കനോൺ. ഇതൊരു ബീരങ്കിയാണ്. ഇതിന് ഒരു വിളിപ്പേരുണ്ട്, ലയൺ ഹെഡഡ് കനോൺ. അതായത് ഇത് ഫയർ ചെയ്യുന്ന സമയത്ത് സിംഹം അലറുന്നത് പോലെ സൗണ്ട് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഫുള്ള് ഇരുമ്പാണ്, ഇരുമ്പ്. ഡാമേജൊക്കെ പറ്റിയിട്ടുണ്ട് നല്ല രീതിയിൽ. ഇത്രയൊക്കെ ഉള്ളൂ ഝാൻസി ഫോർട്ടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. താങ്ക് യു.